അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെയർ സ്മൂത്തനിങ് പാക്കുമായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമ്മുടെ ഹെയർ സ്മൂത്ത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ്. പക്ഷെ അതിലൊക്കെ നോക്കുകയാണെങ്കിൽ പലരുടെയും കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ വെറുതെ ആണ്, ഇത്രയൊന്നും റിസൾട്ട് നമുക്ക് കിട്ടൂലെന്ന്. പക്ഷെ സത്യമാണ്, നമ്മളിപ്പോൾ ഈ പാർലറിലൊക്കെ പോയിട്ട് അത്രയും പൈസ മുടക്കി ചെയ്യുന്ന കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ അത്രയൊന്നും പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഒരു നാച്ചുറൽ റെമഡീസും തരൂല. പക്ഷെ നമുക്ക് ചില പാക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മുടെ ഹെയർ ഭയങ്കര ചകിരിനാര് പോലെയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസി ആണ്, ഡാമേജ്ഡ് ഹെയർ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് സ്മൂത്ത് ചെയ്യാനും മാനേജബിൾ ചെയ്യാനൊക്കെ ചില പാക്കുകൾ വഴി പറ്റും. അപ്പം ഞാൻ ഒരുപാട് പാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാട്ടോ, അല്ലാതെ കൂടുതൽ നമുക്ക് ക്യാഷ് ആവുന്ന രീതിക്ക് ഒരു സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ പാക്കുകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനൊരു പാക്ക് റെഡിയാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. അതായത് യൂട്യൂബിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ കണ്ട് അതിൽ നിന്ന് എനിക്ക് സ്യൂട്ടായ രീതിക്ക് എല്ലാവരുടെയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഒരു പാക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഉപയോഗിച്ചപ്പോൾ തന്നെ ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ മുടി ഭയങ്കര സ്മൂത്തായി, അതുപോലെ തന്നെ കുറച്ച് ഫ്രിസി ആയിരുന്നു എൻ്റെ ഹെയർ, അതൊക്കെ ഭയങ്കര മാനേജബിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മുടി തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യും അത് എത്ര സ്മൂത്ത് ആയിട്ടുണ്ടെന്നും, അതുപോലെ ആ ഫ്രിസിനെസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ആയ രീതിക്കൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ പറയാം, എന്നിട്ട് റിസൾട്ട് നമുക്ക് വീഡിയോൻ്റെ അവസാനം കാണാം. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. ഒരു 2-3 സ്പൂൺ പച്ചരിയുടെ ആവശ്യമുള്ളൂ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ വേവിക്കണം. അതൊരു കുഴമ്പ് രൂപത്തിലാവുന്ന വരെ അത്രയും രീതിക്ക് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നേന്ത്രപ്പഴമാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യോഗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ പ്ലെയിൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ടൊന്നും ഉപയോഗിക്കരുത്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേനാണ്. തേന് നമുക്ക് ഒരു സ്പൂണിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. നല്ല രീതിക്ക് തന്നെ പേസ്റ്റ് രൂപത്തിലാക്കണം. ചെറിയ കട്ടകളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാട്ടോ ഈ ഒരു മാസ്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്ക് വന്നിട്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിലാട്ടോ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ സ്കാൽപ്പിൽ ഒരിക്കലും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹെയർ ഇതുപോലെ ഓരോ പാർട്ടാക്കി എടുത്തിട്ട് നമ്മുടെ ഹെയറിൻ്റെ എൻഡ് വരെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹെയറിലെ എല്ലാ ഭാഗത്തും, അതായത് ഹെയറിൻ്റെ ഓരോ സ്ട്രാൻഡ്സിലും ഇത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഇത് ഹെയറിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസൾട്ട് വന്നിട്ട്. ഹെയർ ഒരു സ്മൂത്തനിങ് മാത്രമല്ല, നല്ലപോലുള്ളൊരു ഷൈനിങ് എൻ്റെ ഹെയറിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹെയർ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഹെയർ ആ ഫ്രിസിനെസ് ഒക്കെ മാറി നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അതായത് ഹെയറിൻ്റെ എൻഡിൽ വരെ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ റിസൾട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എന്റെ ഹെയർ ഈ ഒരു ഫസ്റ്റ് ട്രയലിലൂടെ തന്നെ അത്രയും സ്മൂത്തായി. എന്റെ ഹെയർ നന്നായിട്ട് ഫ്രിസിനെസ് ഉണ്ടായിരുന്നു. കോളേജിലോട്ടുള്ള പോക്കും, പിന്നെ ഒന്നാമത് നമ്മുടെ വെയില്, ഇന്നത്തെ ഈ ചൂടിൽ നമ്മുടെ ഹെയർ ഫ്രിസി ആവാനും ഭയങ്കരമായിട്ട് ഡാമേജ് ആവാനുള്ളൊക്കെ ചാൻസ് ഭയങ്കരമാണ്. അപ്പം നമ്മളത് ഒട്ടും കെയർ ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിനുള്ള ടൈമില്ല, നിങ്ങൾ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് വീക്ക്ലി വൺസ് ഉപയോഗിച്ചാലും മതി, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം ഉപയോഗിച്ചാലും നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസിനെസ് അത്രയും കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിലുള്ള ബനാന റൈസ് കാര്യങ്ങളൊക്കെ ആയാലും ഇത് നമ്മുടെ ഹെയർ സ്ട്രെങ്തൻ ചെയ്യുക കൂടെ ആട്ടോ ചെയ്യുന്നത്. ഇത് വെറും സ്മൂത്ത് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സ് ഒക്കെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഈ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഇത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് ആൾക്കാർക്കുള്ള വിഷയമാണ് സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൽ ഹണി ആയാലും ബനാന ആയാലും ഇതൊക്കെ സ്പ്ലിറ്റൻസ് വരെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വെറും ഒരു സ്മൂത്തനിങ് പാക്ക് മാത്രമല്ല, നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കാനുള്ള ഒരു പാക്ക് കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.